തീവ്രവാദ വിരുദ്ധ സംഭാഷണം നടത്തുന്നതിൽ പല ലോകരാജ്യങ്ങളും പ്രത്യേക ശ്രദ്ധ ഇപ്പോൾ പുലർത്തുകയാണ്. യൂറോപ്പും അതോടൊപ്പം തന്നെ UK-യുമാണ് ഇത്തരത്തിലുള്ളൊരു സംഭാഷണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. പ്രത്യേകിച്ചും ഇസ്ലാമിക തീവ്രവാദം ലോകത്തിനൊരു ശല്യമായി തീരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ചല്ല പറയുന്നത്, തീവ്രവാദത്തെക്കുറിച്ചാണ്. ഇസ്ലാമിലെ തീവ്രവാദം ഒരു തലവേദനയായി തീർന്നിരിക്കുന്നു എന്ന് പല രാഷ്ട്രങ്ങളും തിരിച്ചറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ലോകത്ത് ഈ പറയുന്ന സുഡാപ്പി എന്ന് നമ്മൾ വിളിക്കുന്ന ലോകത്താകമാനം ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ, ആ വിഭാഗക്കാർ, അതിൻ്റെ പ്രവർത്തകർ, അവർ ഒരു മനുഷ്യന്മാരായിട്ട് പോലും നമുക്ക് കൂട്ടാൻ കഴിയില്ല. പ്രത്യേകിച്ച് സ്വർഗവും മറ്റു കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് സ്വയം പൊട്ടിച്ചെതറി ഒരുപാട് ആളുകൾക്ക് ആളുകളുടെ ജീവൻ എടുക്കാൻ മാത്രമാണ് ഇവരെ കൊണ്ട് കഴിയുന്നത് എന്ന ബോധ്യം ലോകരാജ്യങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തത് അമേരിക്ക പോലുള്ള ഒരു വലിയ രാജ്യം, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭീഷണി തിരിച്ചറിഞ്ഞ ആളുകളായിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കാരണം യൂറോപ്പ് ഈ ഇസ്ലാമിസ്റ്റ് ഭീകരന്മാർ, അതായത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകളെ സ്വീകരിക്കുകയും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാതെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഈ ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിഥി ദേവോ ഭവ എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പോലെ തന്നെയുള്ളൊരു കാഴ്ചപ്പാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരോട് കാണിച്ചിരുന്നു. പക്ഷേ ഇവർ അവിടെ കയറിയതിന് ശേഷം പതുക്കെ കയറ്റിയതാരാണോ അവരെ, അതിഥികളെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിച്ച ആളുകളോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന അവസ്ഥ. ഹഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളിയെ പറ്റി കൃത്യമായി അറിയാമല്ലോ. ആ ഒരു ക്രിസ്ത്യൻ പള്ളി എങ്ങനെ മുസ്ലിം പള്ളിയായി മാറി എന്നതിൻ്റെ ചരിത്രമുണ്ട്. അവിടുന്ന് തുടങ്ങുകയാണ് ഇങ്ങോട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, പൊട്ടിത്തെറികൾ, ചെതറലുകൾ, ഈ വെടിവെപ്പ് തുടങ്ങി യൂറോപ്യൻ യൂണിയന് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇതുപോലെ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറ്റൊന്നും പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരിപ്പോൾ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെ, കരുതലുകൾ വെക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ വലിയൊരു കോൺഫറൻസ് ആണ് ഇപ്പോൾ, ഒരു സെമിനാർ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഗൗതം നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, ഈ യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് കിങ്ഡവും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിച്ചത്. ഈ സെമിനാറിൽ പറയുന്നത് എങ്ങനെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദം എതിർക്കാം, എങ്ങനെ എതിർക്കപ്പെടണം, രാജ്യങ്ങളുടെ അന്തർദേശീയപരമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെ കരുതലുകൾ ഉണ്ടാക്കണം, തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ ഫണ്ടുകൾ കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം, അതുപോലെ തന്നെ പലസ്തീനിലെ വിഷയം, ഹമാസുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, ഈ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, അഫ്ഗാനിൽ സംഭവിക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ സംഭവിക്കുന്നുണ്ട്, യമനിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ ഇത് പടർത്തി, ഇതൊരു ക്യാൻസർ പോലെ പടർത്തി ലോകത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു കളി ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആർക്ക് മനസ്സിലായിരിക്കുന്നു? യൂറോപ്യൻ യൂണിയന് മനസ്സിലായിരിക്കുന്നു. ഇത് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയ ആൾ ആരാണെന്നറിയോ? ട്രംപാണ്. ട്രംപ് പണ്ട് മുതലേ പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള തിരിച്ചടിയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ട്രംപിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയിലും അതുപോലെ തന്നെ പുരോഗമന വർഗമെന്ന് പറയുന്ന കുറേ ആളുകൾക്കിടയിൽ നിന്നും അദ്ദേഹത്തിന് നേരെ ഉയർന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെയുള്ള ചില ആളുകൾ അതിനെതിരായിക്കൊണ്ട് വന്നു, കമ്മികൾ വന്നു. ഇപ്പോൾ ആർക്കും ഒരു അക്ഷരം ഉണ്ടാനില്ല. ഈ എത്രയധികം പൊട്ടിത്തെറികൾ, എത്രയധികം പ്രശ്നങ്ങൾ, എത്രയധികം കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ കിരാത വാഴ്ച. ഞാൻ ഒരു കാര്യം കൂടി പറയാം, അതായത് ഈ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നിഷേധിച്ചു. പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല. പക്ഷേ ഇവർ തന്നെ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസമാണ്, നല്ല മതപഠനം, 6ാം ക്ലാസ് വരെ മതപഠനമുണ്ട്, അത് മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന തീവ്രവാദികളുടെ ഭാര്യയും കുട്ടികളും അവിടുത്തെ സ്ത്രീകളും ഒക്കെ പ്രസവിക്കണമെങ്കിൽ, അതിൻ്റെ പ്രസവം എടുക്കണമെങ്കിൽ വനിതാ ഡോക്ടർ വേണം. 6ാം ക്ലാസ് വരെ മതവിദ്യാഭ്യാസവും കൊടുത്തിട്ട് പ്രസവം എടുക്കാനുള്ള ഡോക്ടർമാരെ ഇവരെ ആര് സൃഷ്ടിക്കും? അതായത് അവിടെ ഈ പെട്ടിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് പേടകത്ത് നിന്ന് ഇറക്കുമോ? ഇമാതിരി വിവരക്കേടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാക്കിന് പുറത്ത് ഇറങ്ങാൻ സ്ത്രീകളെ ഇവർ അനുവദിക്കുന്നില്ല. ഈ തുടങ്ങിയ പല പ്രശ്നങ്ങളും, അതുപോലെ തന്നെ സ്വവർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് വലിയ അപകടമാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ചിന്തകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ അത് വലിയ ഭീഷണിയാണെന്നുള്ളൊരു തിരിച്ചറിവ് സ്വാഭാവികമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്ത്യാനിറ്റി പോലുള്ളൊരു സമൂഹത്തിനിടയിൽ
ഇത് വലിയ ഭീഷണിയായിട്ട് ഉയരുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ക്രിസ്ത്യൻ ഉത്സവങ്ങൾക്കെതിരെ ക്രിസ്മസ് വരുന്ന സമയങ്ങളിലൊക്കെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാവുക, മാർക്കറ്റിൽ ട്രക്ക് കയറ്റി ആളുകളെ കൊല്ലുക തുടങ്ങിയ ചിന്തകളിലേക്ക് തന്നെ ഒരുപാട് ആളുകൾ കടന്നു ചെല്ലുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രിസ്മസ് ആഘോഷം നടക്കുന്ന വലിയ തിരക്കുള്ള മാർക്കറ്റിൽ തക്ബീർ മുഴക്കിയിട്ട് ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തുക. അപ്പോൾ ഇത്തരം രീതിയിൽ ലോകം തങ്ങളുടെ ചൊൽപ്പടിയിൽ ഒതുക്കുക എന്നൊരു അല്ലെങ്കിൽ കൊണ്ടുവരിക എന്നൊരു വലിയ പദ്ധതിയും നിഗൂഢ പദ്ധതിയുമായിട്ടാണ് ഒരുപാട് ആളുകൾ ജീവിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ, ഇത്തരം തീവ്രവാദ മനോഭാവമുള്ള, മനുഷ്യത്വത്തിന് ഒട്ടും വില കൽപ്പിക്കാത്ത, സാമ്രാജ്യത്വ സ്വഭാവം മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഒരു മതം മാത്രമാണ് ശരി എന്നൊരു കുത്തക ചിന്ത കൊണ്ടു നടക്കുന്ന ചില മതവാദികളുണ്ടല്ലോ, അവർ ലോകത്തിന് ഭീഷണി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ആ രീതിയിലാണ് ഇപ്പോൾ ഇവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിവിധ തരം തീവ്രവാദ വിരുദ്ധ വിഷയങ്ങൾ യുണൈറ്റഡ് കിങ്ഡവും യൂറോപ്യൻ യൂണിയനും ചർച്ച ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു കാര്യം പോലും അവരറിയില്ല. അറിയാമല്ലോ, ഭീകരതയെ നേരിടുന്നതിനുള്ള തന്ത്രപ്രധാനമായ സമീപനങ്ങളെക്കുറിച്ചും തീവ്രവാദവുമായി ബന്ധമുള്ള യാത്രക്കാരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെക്കുറിച്ചും ഓൺലൈനിലും സാങ്കേതിക വിദ്യകളിലും ഉയർന്നു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വെല്ലുവിളികളെ നേരിടുന്നതിൽ യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള അതുല്യമായ ബന്ധത്തിൻ്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഇരുപക്ഷവും അടിവരയിട്ടു. UK പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയത് ഇയാളുടെ പേര് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അതായത് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ ക്ലോസ് ക്വയേഴ്സും, ക്ലോസ് ക്വയേഴ്സ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഇത് അടയാളപ്പെടുത്തി വെക്കേണ്ട ഒരു പേരാണ്. ഇദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ പ്രാധാന്യം, ഇതെത്രത്തോളം ഡീപ്പ് ആയിട്ടുള്ള വിഷമാണ്, അപകടമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയാം. അദ്ദേഹം അന്ന് പറഞ്ഞത് പക്ഷേ ആളുകൾ ചെവി കൊടുത്തില്ലെങ്കിലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ തന്നെ മുന്നിട്ടിറങ്ങി എന്നുള്ളത് കൂടിയാണ്. എന്താണ് ഇപ്പം നമ്മൾ ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞൊരു ചിത്രീകരണം നടക്കുവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സ്വാഭാവികം. കാരണം അത് എന്ന് പറയുന്നത് ഇവർ കളിക്കുന്ന ഒരു തന്ത്രമാണ്. കാരണം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത്. ആളുകളുടെ മനസ്സിലേക്ക് ഭയം ഇങ്ങനെ നടക്കുക. നിങ്ങൾ ഇസ്ലാമോഫോബിയാണ് പടർത്തുന്നതെന്ന് പറഞ്ഞ് തെറ്റുകളെയും കുറ്റങ്ങളെയും ഒന്നും പറയാതിരിക്കുക. പേടി, ഭീഷണി, ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ്, ഇത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്, നിങ്ങൾ ചെയ്യുന്നത് മഹാ അപരാധമാണെന്നിട്ട് എല്ലാ സ്ഥലത്തു നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കെതിരെ ആരും പറയില്ല. അപ്പം അങ്ങനെയാണ് ഒരു കവചം, ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു കവചം ഇവർ നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിലാണ്. കാരണം ഇതിന്റെ അകത്ത് വിമർശനം ഇല്ലല്ലോ. വളരെ കറക്റ്റാണ്. ഇതിന്റെ അകത്ത് വിമർശനമില്ല. കാരണം ചേതന്നൂർ മൗലവിയെ നമുക്കറിയാം. അതിന്റെ അകത്ത് നിന്ന് തന്നെ വിമർശനം ഉന്നയിച്ചിട്ട് ആ ഒരു സമുദായത്തെ കുറച്ചും കൂടി ഒരു വലിയ ഒരു പുരോഗമന സമൂഹമാക്കി മാറ്റുവാൻ തീരുമാനിച്ച ആളുകളൊക്കെ കൊല ചെയ്യപ്പെടുക, അത്തരം രീതിയിൽ ആണ് സംഭവിക്കുന്നത്. ചേകന്നൂർ മൗലവിയെ കൊന്ന ആളുകൾ ആരാണ്, എവിടെയാണ്, ഏത് സ്ഥലത്താണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ചേകന്നൂർ മൗലവിമാർ, ജോസഫ് മാഷിൻ്റെ ഇവരേറ്റവും കൂടുതൽ ഭയം ഈ ഇസ്ലാമിസ്റ്റുകളെയും തീവ്രവാദത്തെയും എതിർക്കാൻ ഏറ്റവും കൂടുതൽ ഇന്നാട്ടിൽ ഭയം എന്ന് പറയുന്നത് കമ്മികൾക്കാണ്. അതൊരു യാഥാർത്ഥ്യം, ഇടതുപക്ഷത്തിനാണ്. പക്ഷേ ഇപ്പം അതിനെ വെട്ടിച്ചുകൊണ്ട് കോൺഗ്രസും വരുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ കോൺഗ്രസ് ആ നിലയ്ക്ക് തന്നെ വരുന്നുണ്ട്. കുറച്ച് നേതാക്കന്മാർക്കുമൊക്കെ ആ സംഭവമുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് കൗണ്ടർ ടെററിസം ആൻഡ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്ട്രാറ്റജി ഡയറക്ടർ ജോനാഥൻ എംനെറ്റ്. ഈ ജോനാഥൻ എംനെറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹം കൂടെ ഇതിലുണ്ടായിരുന്നു. ആഭ്യന്തര ഓഫീസിലെയും വിദേശ കോമൺവെൽത്ത് വികസന ഓഫീസിലെയും ഉദ്യോഗസ്ഥർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ പ്രതിരോധ നയ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർമാർ, അതുപോലെ തന്നെ പ്രമുഖ മൈഗ്രേഷൻ ആൻഡ് ഹോം അഫയേഴ്സ് ഡയറക്ടറേറ്റ് ജനറൽ, ഇന്റേണൽ സെക്യൂരിറ്റി ഡയറക്ടേഴ്സ്, യൂറോപ്യൻ യൂണിയൻ കൗണ്ടർ ടെററിസം കോർഡിനേറ്റേഴ്സ് എന്നിവരുൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ്റെയും യൂറോപ്യൻ കമ്മീഷൻ്റെയും പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കടുത്ത തീവ്രവാദ വിരുദ്ധ സംഭാഷണം ബ്രസൽസിൽ നടത്താൻ വേണ്ടിയിട്ട് ഇവർ
തീരുമാനിച്ചിട്ടുണ്ട്. അതായത് തീവ്രവാദത്തെ എങ്ങനെയാണ് തീവ്രവാദം കടന്നു കയറുന്നത്, ഈ ഗൗതം പറഞ്ഞതുപോലെ ഇവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ ഇരകളാണ് എന്ന് വരുത്തി തീർക്കുകയും ഞങ്ങൾ പാവപ്പെട്ടവരാണ് എന്ന് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ രാജ്യത്ത് ഭൂരിപക്ഷമാകുമ്പോൾ ഞങ്ങൾ രാജാക്കന്മാരാണ്, നീയൊക്കെ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട തന്ത്രമാണ് ഇവർ ഇറക്കുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി പറയാം, അതായത് ഇപ്പോൾ ഹിന്ദു വർഗീയതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ ഇത് ഹിന്ദു ഫോബിയയാണ് എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇത് ക്രിസ്ത്യൻ ഫോബിയാണ് എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അതായത് ഇവിടെ ഹിന്ദു വർഗീയതക്കെതിരെ നാഴികക്ക് 40 വട്ടം പറയുന്ന ആളുകൾ, വിമർശിക്കുന്ന ആളുകൾ, അത് വിമർശിക്കുക തന്നെ വേണം കേട്ടോ, അതിൽ തർക്കമൊന്നുമില്ല. ഹിന്ദു വർഗീയത വിമർശിക്കുക തന്നെ വേണം. ഇതേ വിമർശനം ഉന്നയിക്കുന്ന ആൾക്ക് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പറയാൻ നാവിടിക്കും അല്ലെങ്കിൽ നട്ടലിടിക്കും ഭയമില്ല. നട്ടലില്ലാത്തവന്മാരാണ് ഇത്തരം രീതിയിലുള്ള ആളുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ, ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് പാർട്ടിയിലെ അടിമകളായിട്ടുള്ള അനുയായികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും ഈ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചവിട്ടി പുറത്താക്കാൻ ലോകം തന്നെ തീരുമാനിക്കുന്നു എന്നുള്ളത് ആശാവഹമായ ഒരു കാര്യം തന്നെയാണ്.